ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്ട്രീറ്റ് ഷോപ്പിന്റെ വീഡിയോ ആണ്. എനിക്ക് എന്താ പറയുക, കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പം അതിനിടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം. അപ്പം നമ്മളിവിടെ മൈസൂരിലുള്ള സയാജി റാവു റോഡിൽ കുറേ കുട്ടി ഷോപ്സ് ഉണ്ട്. അപ്പം അവിടെ അടിപൊളി ഡ്രസ്സസ് നമുക്ക് കിട്ടും. നമ്മുടെ ബാംഗ്ലൂരത്തെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒക്കെ പോലെയാണ്. അപ്പം ഞാൻ വിചാരിക്കും അവിടെ പോയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്ന്. ഞാനും പാപ്പവും കൂടെയാണ് പോകുന്നത്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ഞാൻ അവിടുന്ന് പറ്റുന്ന രീതിയിൽ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. ഞാൻ ഒരു ടോപ്പും അടിയിലൊരു ജീൻസും ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് പാക്കലാം. അങ്ങനെ നമ്മൾ ഷോപ്പ് എത്തി ഗൈസ്. ഞാൻ നേരത്തെ പോയിട്ടുള്ള ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പോയത്. അങ്ങനെ 2-3-4 ഡ്രസ്സ് നോക്കിയിട്ട് അതിനൊന്ന് ഫൈനലൈസ് ചെയ്യുക ചെയ്തത്. ഇതാണ് ഞാൻ എടുത്തത്. ഇതൊരു 3 പീസിന്റെ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ആലിയ കട്ട് കുർത്തി, സിഗരറ്റ് പാൻ ആൻഡ് വെയിൽ. ആദ്യം ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് എടുക്കാമെന്ന്, പിന്നെ ഇത് ഇഷ്ടപ്പെട്ട് ഇതങ്ങ് പൊക്കി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു ഗൈസ്. ഇതാ കയ്യിൽ ഡ്രസ്സ് ഉണ്ട്. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചല്ലോ, ആ ഡ്രസ്സ് എടുത്തത് ആലിയ കട്ടാട്ടോ എടുത്തത്. ഒരു ടോപ്പും പാൻറ്റും ഷോളും ആയിട്ടാണ് എടുത്തത്. ഫസ്റ്റ് പോയ കടയിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ എടുത്തു. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകണം പറഞ്ഞെങ്കിലും ഞാൻ വേറൊരു ഷോപ്പിൽ കയറി ടേബിൾ മാറ്റ് വാങ്ങി. ഇതാണ് വാങ്ങിയത്. അവർ 350 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വില പേശിയിട്ട് 250 വാങ്ങി. നമ്മളെല്ലാറ്റിനും വില പേശിയാലേ നടക്കുള്ളൂ, കാരണം അവർ തോന്നിയ റേറ്റ് പറയും. പിന്നെ നമ്മളതിന് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കണം. ഞാൻ പിന്നെ വില പേശാൻ പണ്ടേ ബെസ്റ്റാണ്. വീട്ടിലെല്ലാവരും എന്നെയാണ് വില പേശാനായിട്ട് വിടാറ് കേട്ടോ. പിന്നെ ഇത് ഫുൾ അവിടെ എന്താ പറയുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഇവരുടെ ഫെസ്റ്റിവൽ എന്തോ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു റഷ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഓറഞ്ച്. അതും ഞാൻ 1 കിലോ വാങ്ങി. എന്നിട്ട് നമ്മൾ നേരെ സ്ഥലം വിട്ടു. ഇവിടെ എന്ത് കിട്ടില്ല എന്ന് വേണം ചോദിക്കാൻ, കാരണം A to Z ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര പുനരാരംഭിച്ചു. ഞാനായിരുന്നു ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ പാപ്പു ആണെങ്കിൽ മൈസൂരിൻ്റെ ഭംഗി അങ്ങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഒരു ഹബ്ബ ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ ഞാൻ പീസൊക്കെ കാണിക്കുന്നുണ്ട്. ഈ മഞ്ഞപ്പൂ കണ്ടപ്പോഴേ ഓർമ്മ വന്നത് നമ്മുടെ വിഷു ആവാറായി. ഇത് കൊന്നപ്പൂ അല്ലെങ്കിൽ അതുമാതിരി ഒരു മഞ്ഞപ്പൂവാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ. നമ്മുടെ വീട്ടിൻ്റെ അടുത്താണിത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകണമെന്ന്. പക്ഷെ അല്ല ഗൈസ്, നമ്മൾ നമ്മുടെ സ്വന്തം ഹിന്ദിക്കാരൻ ബായിയുടെ അടുത്താണ് പോയി, ഫലൂഡ വിൽക്കുന്ന ഹിന്ദിക്കാരൻ ബായ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ വാങ്ങി. ഞാനും പാപ്പും കൂടെ ഷെയർ ചെയ്യുക ചെയ്തത്. കാരണം ഈ കൊട്ട വെയിലത്തുണ്ടല്ലോ, ഒരല്പം ദാഹജലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി. സത്യമാണ്. ഇനി എങ്ങോട്ടും ഇല്ല, നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഞാൻ മെല്ലെ ഡ്രൈവിംഗ് പാപ്പുവിന് ഹാൻഡ് ഓവർ ചെയ്തു. ഇനി അവൻ്റെ മാസ്മരിക ഡ്രൈവിംഗ് ആണ്. ഹേ ഗൈസ്, വി ആർ ബാക്ക് ടു ഹോം ഫൈനലി. ഭയങ്കര റഷ് ഉണ്ടായിരുന്നു. പക്ഷെ താങ്ക്ഫുള്ളി നമുക്ക് ഫസ്റ്റ് പോയ ഷോപ്പിൽ നിന്ന് തന്നെ ഡ്രസ്സ് കിട്ടി. ഞാൻ മുന്നേയും ആ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, അതിൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ പോയത്. കാരണം അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അതിങ്ങനെ മൈൻഡിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു ഞാൻ പോയത്. പോയിട്ട് നമുക്ക് കിട്ടി. ഞാൻ ഫസ്റ്റ് ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ 2-3 കൂടെ നോക്കിയപ്പോൾ വേറെ ഒന്ന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ആ മറ്റേ ചേട്ടൻ പാക്ക് ചെയ്യുന്നതൊക്കെ, ആ ഡ്രസ്സാണ് ഞാൻ എടുത്തത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. കാറ്റലോഗിൽ വരുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ. ഒരു ആലിയ കട്ട് ഒരു കുർത്തി ആൻഡ് അതിൻ്റെ തന്നെ ഒരു പാൻറ് ആൻഡ് ഒരു ഷോളാണ് വരുന്നത്. അപ്പം ഞാനിൻ്റെ ഡ്രസ്സ് ഫുൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അന്ന് ഇടുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഇവിടെ കർണാടകയിലാണെങ്കിൽ ഒരു ഹബ്ബ, അതായത് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പ്രോപ്പറായിട്ട് സ്പേസ് ഇല്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ പോലീസിൻ്റെ അനൗൺസ്മെൻറ്റും വരലും അത് വേറെ. അതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെയൊക്കെയോ നൈസായി പോയി പർച്ചേസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്തെത്തി. അപ്പോൾ ഭയങ്കര വിശപ്പുണ്ട് ഗൈസ്, ഭയങ്കര ടയേർഡായി. ഒന്നും കഴിച്ചിട്ടില്ല. ചെറിയൊരു ഫലൂഡ മാത്രമാണ് കഴിച്ചത്, നിങ്ങൾ കണ്ടല്ലോ. അത് ഞാനും അപ്പോൾ ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുക ചെയ്തത്. അപ്പോൾ വിശക്കുന്നുണ്ട്. ഇപ്പോൾ പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ശവാസനമാണ്. പിന്നെ എന്നെ ഒന്നിനും കിട്ടില്ല, അത്രയ്ക്കും ടയേർഡായി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ പർച്ചേസിങ് വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.